പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മരം കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കർണാടകയിലാണ്. കർണാടകയിലെ മംഗളൂരിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് കുറച്ചൊരു ലോങ് യാത്ര പോവാണ്. കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള യാത്രയാണ്. കർണാടകയിലെ മംഗളൂരു സെൻട്രലിൽ നിന്ന് ഞാൻ ഇന്ന് പോന്നു തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക്. ചെന്നൈ എഗ്മോറിലേക്കല്ല, മുമ്പ് യാത്ര ചെയ്ത് ചെന്നൈ എഗ്മോറിലേക്കാണ്. ഇത്തവണ പോകുന്നത് ചെന്നൈ സെൻട്രലിലേക്കാണ്. അതായത് ഇവിടുന്ന് എല്ലാ ദിവസവും വൈകിട്ട് 4:55 എടുക്കുന്ന മംഗളൂരു സെൻട്രൽ ഡോക്ടർ MG രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒരു LHP റേക്കുള്ള വണ്ടിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേഷൻ്റെ അകത്ത് നിന്നിട്ട് അറിയാം. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം സെൻട്രലിൻ്റെ ഈ ഒരറ്റത്ത് ഒരുപാട് തവണ കാണിച്ച സ്ഥലങ്ങളാണ് ഈ മരങ്ങളൊക്കെ. ഞാനെപ്പോൾ മംഗലാപുരത്ത് വന്നാൽ ഈ ഒരു സ്ഥലത്തേക്ക് വരും. കാരണം ഇവിടെ നല്ല തണലാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം നമ്മളെ ട്രെയിൻ 4:55 ഇപ്പോൾ സമയമാകെ 3 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഇനിയും 2 മണിക്കൂർ ഇവിടെ ഉണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അവിടെയൊക്കെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ ഈ മരത്തിൻ്റെ അടിയിൽ 2-3 ആൾക്കാർ ഉറങ്ങുന്നൊക്കെ ഉണ്ട്. കാരണം നല്ല തണലല്ലേ ഇവിടെ. ഈ മരങ്ങളൊക്കെ ഇവിടെ വെട്ടാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഇവിടത്തേക്കൊന്നും വെട്ടാനുള്ള സാധ്യത ഒന്നുമില്ല. ഇവിടെ എന്ത് റെയിൽവേയുടെ വികസനമൊന്നും ഇവിടത്തേക്കൊന്നും എത്തൂലല്ലോ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടായി. ഇപ്പം ഞാൻ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഇങ്ങേ അറ്റത്ത് വന്നിരിക്കുകയാണ്. അതായത് ആ റോഡ്, ആ മരം കണ്ട ഞാൻ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തത്, ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. പിന്നെ നമ്മളെ ഫ്ലാഗ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ട് റെയിൽവേയുടെ തന്നെ. അപ്പം നമുക്ക് തന്നെ ഇപ്പോൾ നേരെ തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഉണ്ടായത് ഞാൻ. അപ്പോൾ അവിടെ കാണാം സ്റ്റേഷൻ്റെ ബാക്കിൽ തന്നെ ഒരു ബിൽഡിങ്. നമുക്ക് ഇത് വഴി പോവാം. നമ്മൾ ട്രെയിൻ ഇവിടെ നേരത്തെ എത്തി, പക്ഷെ ഡോറൊന്നും തുറന്നിട്ടില്ല. ഇപ്പുറത്ത് നിന്ന് മഡ്ഗാവ് മെമു പുറപ്പെട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തുറന്ന്, സ്ലീപ്പർ തുറന്നിട്ടാണ്. ഞാൻ സ്ലീപ്പറിലാണ് യാത്ര ചെയ്യുന്നത്, S2-ൽ. പിന്നെ ഞാൻ ജസ്റ്റ് ലോക്കോ നോക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുക. ലോക്കോ ആയിട്ടുണ്ടാവുമെന്നറിയില്ല. ഇനിയും 1.5 മണിക്കൂറുണ്ട് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യാൻ. നമ്മളെ വണ്ടിയുടെ ലോക്കോമോട്ടീവ് ഇതാണ്, റോയാപുരത്തിൻ്റെ WAP7. റോയാപുരം എന്ന് പറയുന്നത് ചെന്നൈൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇനി ഇവിടെ ഏതോ ഒരു വണ്ടീൻ്റെ റേക്കൊക്കെ ഷണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഏത് വണ്ടിയെന്ന് അറിയില്ല. മധുരൈ, കോയമ്പത്തൂർ, കണ്ണൂർ, മാംഗ്ലൂർ, ഏത് വണ്ടി എനിക്കറിയില്ല. കുറേ റേക്ക്, കുറേ നെയിമുണ്ട് റേക്കിൽ. അപ്പോൾ നമ്മളെ വണ്ടിയുടെ നെയിം ബോർഡ് ഇതാ ഇവിടെ 12686. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ നമ്പർ തിരിച്ചു വരുമ്പോൾ 85. ചെന്നൈയിൽ നിന്നും മംഗളൂരിൽ നിന്നും ഇടയിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോകുന്ന ട്രെയിനാണിത്. യാത്രാ സമയം ഇതിന് കുറവാണ് മറ്റ് ട്രെയിനുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ HOG ഇപ്പോഴും ഓണാണ്. കാരണം നമ്മുടെ എഞ്ചിനൊന്നും ഓണായിട്ടില്ലല്ലോ. അതിൽ നിന്നാണല്ലോ കറണ്ട് എടുക്കൽ. ഇപ്പോൾ ഇത് തന്നെയാണ് കറണ്ട് എടുക്കുന്നുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് AC കോച്ചിലാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ ചാർജിങ് പ്ലോട്ട് ഉണ്ട്. പിന്നെ ഇതാ ബെഡ്ഷീറ്റും പില്ലോ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് AC-ൽ ഇതുപോലത്തെ കർട്ടൻസ് ഉണ്ടാവും. തേർഡ് AC-ന്ന് കർട്ടൻസ് ഉണ്ടായില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 റോ ബർത്ത് ഉണ്ടാവും. പിന്നെ അവിടെ സൈഡ് ലോവറും സൈഡ് അപ്പറും. സെക്കൻഡ് AC ഒക്കെ നല്ല മെയിൻ്റെനൻസ് ആണ് കേട്ടോ. കോച്ചെല്ലാം മെയിൻറ്റെയിൻഡ് ആണ്. ഇത് സദേൺ റെയിൽവേൻ്റെ ചെന്നൈ ഡിവിഷൻ്റെ ട്രെയിനാണ്, തമിഴ്നാടിൻ്റെ ട്രെയിനാണ്, നമ്മുടെ ട്രെയിനല്ല. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും നല്ല മെയിൻറ്റെയിൻ ആയിട്ടുള്ള കോച്ചുള്ളത്. തമിഴ്നാട് റെയിൽവേ സംബന്ധിച്ചൊക്കെ തമിഴ്നാടൊക്കെ ഭയങ്കര മെച്ചമാണ്. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ തമിഴ്നാടാണ് നല്ലത്. എവിടെ ആയാലും നല്ല കംഫർട്ട് കോച്ചാണ് കേട്ടോ സെക്കൻഡ് AC എല്ലാം. ഇതിന് ഫസ്റ്റ് AC വരെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് AC ഇവിടെയൊക്കെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അയ്യോ ഇത് നല്ല ചൂടാണല്ലോ. പിന്നെ ഡോറ് ഫസ്റ്റ് AC ഒക്കെ നല്ല പ്രൈവസിയാണ്. ഇത് കൂപ്പ ടൈപ്പാണ്. ഇത് 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ക്യാബിൻ ടൈപ്പ് റൂമാണ്. ഇതിന് ഫുൾ ഫസ്റ്റ് AC അല്ല, ഫസ്റ്റ് AC കം സെക്കൻഡ് AC ആണ്. അതായത് ഫസ്റ്റ് AC-യും സെക്കൻഡ് AC-യും മിക്സ്ഡ് ആയിട്ടുള്ളൊരു കോച്ച്. പകുതി ഫസ്റ്റ് AC, പകുതി സെക്കൻഡ് AC. പിന്നെ ഇടത്തേക്കുള്ള വൈയൊക്കെ ഫസ്റ്റ് AC-ൻ്റെ വൈ അവിടെ സെക്കൻഡ് AC ആണ് കേട്ടോ. ഈ ഭാഗം ഉണ്ടോ, ഇവിടത്തോട്ട് വരുമ്പോൾ ഇത് സെക്കൻഡ് AC. ഇതിൻ്റെ തേർഡ് AC കോച്ചാണ്. തേർഡ് AC കോച്ച് അറിയുമ്പോൾ സൈഡിലൊരു മിഡിലും ഉണ്ടാവും. ഇവിടെ ഒരു മിഡിലുണ്ടാവും, ക്യാബിനിലൊരു മിഡിലും ഉണ്ടാവും. പിന്നെ അപ്പുറമൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.
പില്ലോവും ബെഡ്ഷീറ്റും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. റീഡിങ് ലൈറ്റ് ഇല്ല കേട്ടോ. തേർഡ് AC റീഡിങ് ലൈറ്റ് ഇല്ല. സെക്കൻഡ് AC റീഡിങ് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ അപ്പറും ചാർജിങ് സോക്കറ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പറിലും ഉണ്ട്. അവിടെ ബെഡ്ഷീറ്റൊക്കെ വെച്ചുകൊണ്ടാണ് കാണാത്തത്. അവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. താഴെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട്. എന്താ ഇപ്പുറത്ത് കാണിച്ചറാ ഉണ്ട്. അവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ടോ. അതേപോലെ അപ്പറിലും ഉണ്ട്. ഇതാണ് ഞാൻ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കോച്ച് S2. കറണ്ടൊന്നും വന്നിട്ടില്ല. ഭയങ്കര ചൂടാണ്. ഫാനൊന്നും ഓണായിട്ടില്ല. പക്ഷേ AC ഒക്കെ ഓണായിട്ടുണ്ട്. തേർഡ് AC സെക്കൻഡ് AC ആയാലും. സ്ലീപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ ബെർത്തൊക്കെ നല്ല ക്ലീൻ ബെർത്താണ്. എൻ്റേത് ഈ ഒരു ബെർത്താണ്. ഈ ഒരു 59 ഈ അപ്പർ ബെർത്ത്. പിന്നെ സൈഡ് ലോവറിന് ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അപ്പറിൽ ചാർജിങ് സോക്കറ്റ് ഇല്ല. ലോവറിൽ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല അടിപൊളി മെയിൻറ്റെയിനിങ് ആണ് ഈ കോച്ച്. എവിടെ ഒരു അഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പുത്തൻ LHB കോച്ച് പോലെ ഉണ്ട്. 2020 നിർമ്മിച്ചൊരു കോച്ചാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ പ്രൊഫഷൻ മനസ്സിലാവില്ല. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ക്ലീൻനെസ് ഒക്കെ കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. മതി നമുക്ക് തുറന്ന് വെക്കാം. അവിടെ ഭയങ്കര ചൂട്. പിന്നെ സ്ലീപ്പറിൽ ഡോറൊന്നും തുറന്നിട്ടില്ല. ഞാൻ ഈ ഫസ്റ്റ് ലോക്ക് കാണാൻ പോയില്ലേ. ലോക്ക് കണ്ടിട്ട് അങ്ങനെ തേർഡ് AC സെക്കൻഡ് AC ഫസ്റ്റ് AC കൂടെ നടന്നിട്ടാണ് സ്ലീപ്പറിലേക്ക് വന്നത്. ഡോറ് തുറക്കുന്നുണ്ട്. സമയം ഇപ്പം 4 മണിയായി. ഇനി 55 മിനിറ്റ് ഉണ്ട് ട്രെയിൻ പുറപ്പെടാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മംഗലാപുരത്തുനിന്നും ചെന്നൈൻ്റെ ഇടയിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോകുന്ന ട്രെയിനാണെന്ന് പറഞ്ഞ്. മംഗലാപുരത്തുനിന്നും ചെന്നൈൻ്റെ ഇടയിൽ 889 കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്. 16 മണിക്കൂർ കൊണ്ടാണ് കവർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ 20 സ്റ്റോപ്പും ഉണ്ട്. 20 ഹാൾട്ട് സ്റ്റേഷനും ഉണ്ട്. ഇവിടുന്ന് വിട്ടതിനെ കാസർഗോഡ്, കാനങ്ങാട്, പയ്യന്നൂർ അങ്ങനെ നിർത്തി പോകും. പിന്നെ ഈ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി LHB ആയത് ഈ ഒരു വെഹിക്കിളായത് 2016 ഫെബ്രുവരി 25 ആ ടൈം. ഈ വണ്ടിയും നേത്രാവതി എക്സ്പ്രസ്സും കേരളത്തിൽ വളരെ പെട്ടെന്ന് LHB കിട്ടിയ 2 വണ്ടികളൊന്നാണ്. 2 വണ്ടികളാണ് അത് രണ്ടും. നേത്രാവതിയും MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് വണ്ടിയും. ഇതിന് LHB പെട്ടെന്ന് കിട്ടാനുള്ള കാരണം വേറൊന്നുമല്ല. ഇത് തമിഴ്നാടിൻ്റെ വണ്ടിയാണ്. LHB അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് LHB കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് വളരെ പെട്ടെന്ന് കിട്ടിയ ഒരു വണ്ടിയാണ്. വളരെ പെട്ടെന്ന് LHB കിട്ടിയൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. പിന്നെ അതുപോലെ തന്നെ ഈ പണ്ട് നീല കോച്ചായിരുന്നില്ലേ, നീല കോച്ച് കഴിഞ്ഞ് പിന്നെ മഞ്ഞ കോച്ചായി. അതായത് അവിടെ കാണുന്ന കോച്ച് ഉത്കൃഷ്ട കോച്ചല്ല, പിന്നെ അങ്ങനെ മഞ്ഞ കോച്ചാക്കി മാറ്റി. അപ്പോൾ ആ മഞ്ഞ കോച്ചിൽ ഓടേണ്ട ഭാഗ്യം ഈ വണ്ടിക്കും നേത്രാവതി എക്സ്പ്രസ്സിനും കിട്ടിയിട്ടില്ല. ബാക്കി മംഗള ലക്ഷദ്വീപിനൊക്കെ ആയാലും മഞ്ഞ കോച്ചിലൊക്കെ അത് ഓടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രീഗംഗാനഗർ, കൊച്ചുവേളി അതുപോലത്തെ കുറേ അധികം ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളൊക്കെ മഞ്ഞ കോച്ചിലൊക്കെ ഓടിയിട്ട് പിന്നീട് കോവിഡിന് ശേഷമാണ് പൂർണ്ണമായിട്ട് കുറേ വണ്ടി LHB ആയത്. നമ്മളെ ഈ വരാവൽ വണ്ടിയൊക്കെ അതൊക്കെ കോവിഡിന് ശേഷമാണ് ഫുൾ LHB ആയത്. പിന്നെ ഞങ്ങൾക്ക് മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലേക്കായ ഫെയർ പറഞ്ഞത് സ്ലീപ്പറിൽ 475 രൂപയാണ്, ജനറൽ 265 രൂപ. പിന്നെ തേർഡ് AC-യിൽ 1300 അടുത്തും സെക്കൻഡ് AC-യിൽ 1800 അടുത്തും ഫസ്റ്റ് AC-യിൽ 2000 അങ്ങനെ എന്തോ ഉണ്ട്. അതൊക്കെ ഞാൻ ആ സമയത്ത് പറയാൻ മറന്നുപോയി. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ തന്നെ കൊടുക്കാം. ഫെയർ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫെയർ കൊടുക്കാം. പിന്നെ കറണ്ടൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. പിന്നെ ഈ വണ്ടി ചെന്നൈയിലേക്ക് വന്ന ഫാസ്റ്റസ്റ്റ് വണ്ടിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെന്നൈയിലേക്ക് വന്ന സ്ലോവസ്റ്റ് ട്രെയിൻ ഇവിടുന്ന് ചെന്നൈ എഗ്മോറിലേക്ക് വന്നൊരു വണ്ടിയുണ്ട്. രാവിലെ പോകുന്ന എഗ്മോർ എക്സ്പ്രസ് ഇല്ലേ, അതിൽ ഞാൻ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടായ കാനങ്ങാട് നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി കണ്ടോ. മംഗളൂർ സെൻട്രലിൽ നിന്ന് കൃത്യം 4:50 ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു. അപ്പുറത്തുള്ളത് കബകപ്പത്തൂർ എക്സ്പ്രസ് ആണ്. Mangaluru Central Kannur Special Express WDP 4D മംഗളൂരു സെൻട്രൽ. അവർ വിളിച്ചായിരുന്നു. നമ്മുടെ അന്ന്
തൊടുപുഴയ്ക്ക് വന്നില്ല, ഇവിടെ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സതീശ എന്നോട് ഉണ്ടായിരുന്നേ. ചെറുക്കുണ്ട് കേട്ടോ ചെറുങ്ങനെ. ഞങ്ങൾ LSP വെച്ചാകുമ്പോൾ ചെറിയധികം ചെറുക്കലുണ്ടാവും. മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സതീശനാണ്. ടോറിൻ്റെ അവിടെയൊക്കെ ഫുൾ ആൾക്കാരായി. ഒരു കോഴിക്കോട് കണ്ണൂർ വരെ അങ്ങനെ ഉണ്ടാവും. ലാസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. ജനറലിനെ പോലെ തന്നെ ഉണ്ടാവും. വിളിച്ച് അവരുടെ അടുത്ത് എൻ്റെ വിവരം കിട്ടിയോന്ന്. ഓ ഇല്ല അല്ലേ? ഓ ഇല്ല. ഓക്കെ. നേത്രാവതി പുഴേൻ്റെ അടുത്തേക്ക് എത്തിച്ച ട്രെയിൻ. ഇത് മംഗലാപുരം ജംഗ്ഷൻ ഭാഗത്തേക്ക് വന്ന വഴി. നേത്രാവതി കബിൻ കഴിഞ്ഞു. ഇത് നേത്രാവതി പാലം. ഈ പാലത്തിൻ്റെ പകുതി എത്തുമ്പോൾ തന്നെ നമ്മൾ സ്പീഡ് എടുത്ത് തുടങ്ങും. ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് എറണാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതെത്താനേ അവിടത്തേക്ക് എറണാട് ഹോം സിഗ്നലിലേക്ക്, നേത്രാവതിൻ്റെ സിഗ്നലിലേക്ക്. അവിടെ കാണുന്ന ബൈ റോഡ്. ട്രെയിൻ ഇനിയും കുറച്ച് പാളത്തിലേക്ക് കയറാനുണ്ട്. അത് കയറി കഴിഞ്ഞാൽ ട്രെയിന് സ്പീഡ് എടുത്ത് തുടങ്ങും. തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂർ സെൻട്രൽ, എറണാട് എക്സ്പ്രസ്. സമയം ഇപ്പോൾ കറക്റ്റ് 6 മണി. ട്രെയിൻ ഇപ്പോൾ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് വീടെടുക്കാൻ പറ്റിയിട്ടില്ല, ഫുൾ ആൾക്കാരായിരുന്നു. വീടെടുക്കാൻ കഴിയുമ്പോഴേക്കാണ് ട്രെയിനും പോയിട്ട് ആടെ ജാമായി. കാനങ്ങാട് എൻ്റെ വീടിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ കാനങ്ങാട്. കാനങ്ങാടുന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ ഇതാ ഇവിടത്തേക്ക് കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ്. ഇത് ഹസൻ ജംഗ്ഷൻ വഴി ബംഗളൂരിലേക്ക് വന്ന വണ്ടിയാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ ട്രെയിനാണിത്. ഇത് കോഴിക്കോടിലേക്ക് അടുത്ത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യും. അതിൻ്റെ ഓർഡറെല്ലാം പാസ്സായി. അതിനൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ കാനങ്ങാടിന് അടുത്ത് ഇപ്പോൾ കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ് ഇവിടത്തേക്ക് എത്തി. നമ്മൾ വിട്ടു. പിന്നെ അടുത്ത സ്റ്റോപ്പ് പയ്യന്നൂർ അല്ല നീലേശ്വരം സ്റ്റോപ്പ് ഉണ്ട് പറഞ്ഞ നീലേശ്വർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടൊക്കെ ഒരുപാട് വികസനം വന്നിട്ടാ കഴിഞ്ഞ കുറേ വർഷങ്ങളായി. ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നീലേശ്വർ സമീപം 6:14. കാനങ്ങാടിന്ന് ഡിപ്പാർട്ട് കുറച്ച് വൈകി 5 മിനിറ്റ് അങ്ങാണ് നിർത്തി കാനങ്ങാടന്. അടുത്തത് പയ്യന്നൂർ കവായി നദി. ഈ കവായി നദീൻ്റെ ഇപ്പുറത്ത് കാസർഗോഡ്, അപ്പുറത്ത് കണ്ണൂറുമാണ്.
ഇപ്പൊ നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. വെൽക്കം ടു കണ്ണൂർ. പയ്യന്നൂരെത്താനായിട്ടാ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. 6:40 ഇതാ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. പയ്യന്നൂർ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. സ്റ്റേഷൻ്റെ ഷെൽട്ടർ പണിയെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത്. അടുത്ത സ്റ്റോപ്പ് കണ്ണൂർ. സമയം ഇപ്പോൾ 7:10. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇതാ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളുടെ വിവരങ്ങൾ എന്നിവ യാത്രക്കാരൻ എല്ലാവിധ ഫോണുകളിലൂടെയും മൊബൈൽ, ലാൻഡ്ലൈൻ, മലയാളം ഏത് തരത്തിലും എസ്റ്റിഡികൾ ഉപയോഗിക്കാതെ തന്നെ ഈ സൗകര്യം ലഭ്യമാണ്. ട്രെയിൻ കോഴിക്കോടേക്ക് എത്തിയിട്ടാ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് പോയാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനായി. കോഴിക്കോട് സിറ്റി എല്ലാം നീ കാണുന്ന. രാത്രിക്ക് ഇവിടെ കാണാൻ നല്ല രസമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് രാത്രിക്കുള്ള ഭക്ഷണം വാങ്ങിക്കണം. ഇതിന് പാൻട്രി, ഇതിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനൊന്നും വാങ്ങിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വാങ്ങിക്കാന്ന് വെച്ചു. ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഒരു മുട്ട എഗ് ബിരിയാണി വാങ്ങിച്ചു. 90 രൂപയായത്. പിന്നെ ഇപ്പം തന്നെ കഴിക്കാൻ പോവാണ്. കാരണം ഇപ്പോൾ തന്നെ കഴിച്ചില്ല അങ്ങ് ശരിയാവില്ല. അവർ ലൈറ്റെല്ലാം ഓഫ് ചെയ്യുമല്ലോ. 9 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മറ്റേ ട്രെയിനിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ രാത്രി 9 മണിക്കുള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ എഗ് ബിരിയാണി ഒന്ന് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ട്രെയിന് മംഗളാപുരം 262 കിലോമീറ്റർ കവർ ചെയ്ത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇപ്പോൾ തിരൂറാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ലെന്ന് ഞാൻ നേരെ കിടന്നുറങ്ങാൻ പോവാണ്. എനിക്ക് നല്ല സുഖമില്ല, തലവേദനയും പനിയൊക്കെയാണ്. എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പരിപാടിയൊന്നുമില്ല. നാളെ രാവിലെ ഇവിടുന്ന് എഴുന്നേൽക്കുന്നത് നമ്മുടെ അച്ഛമ്മ കാണാം. ഇപ്പോൾ എന്നാൽ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 6:30. നമ്മളിപ്പോൾ അരക്കോണം ജംഗ്ഷൻ്റെ ഔട്ടറിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അരക്കോണം ജംഗ്ഷനിൽ നമ്മൾ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. ഒരു വണ്ടി അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ വണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വണ്ടി പിടിച്ചിട്ട്. അരക്കോണം മോട്ടറിലാണുള്ളത്. ഇതൊരു ഫ്രൈറ്റ് ട്രെയിനായിരുന്നു. നമ്മൾ വണ്ടി വരുന്ന എടുത്തു, ഔട്ടറിൽ നിന്ന് എടുത്തു.
അരക്കോണത്ത് നിർത്തോ അല്ലാതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ തന്നെ പോകുന്നോന്ന് അറിയില്ല. നിർത്താനാണ് ചാൻസ്. അരക്കോണത്ത് സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ. ആരക്കോണം ചെങ്കൽപ്പട്ടു ലൈനാണ് കാണുന്നത്. ചെങ്കൽപ്പട്ടു ഭാഗത്തേക്ക് പോകുന്ന ലൈനാണ്. ട്രെയിൻ അങ്ങനെ ആരക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഹാൾട്ടൊന്നുമില്ല ട്രെയിന്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആവടിയാണ്. ട്രെയിന് MGR ചെന്നൈ സെൻട്രലിലെത്തി. ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ആവടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്ര സമയം ട്രെയിൻ നല്ല സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. 120 ആ ഒരു സ്ട്രെച്ചിൽ തന്നെയാണ് വരുന്നത്. ഇത് നല്ല സ്പീഡ് എടുക്കാൻ പറ്റിയ ട്രാക്കാണ് ഇവിടെ ഉള്ളത്.
അവിടെ അങ്ങ് അറ്റത്ത് കാണുന്നത്, അടുത്ത ഭാഗത്ത് കാണുന്ന ലൈന് സബർബൻ ലൈനാണ്. ഈ 3 ലൈന് മെയിൻ ലൈന്. അത് പോയത്. ഇത്ര പെട്ടെന്നാണല്ലോ കഴിഞ്ഞത്. നമ്മളൊരു 115 ആ ഒരു സ്പീഡിലുണ്ടാവും. ഏതൊക്കെയോ സബർബൻ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 20 kbh പോകുന്നത്. മംഗളൂരു സെൻട്രലിൽ നിന്ന് 889 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇപ്പോൾ ഇതാ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കാണുന്നതാണ് ചെന്നൈ അറീന ഫുട്ബോൾ സ്റ്റേഡിയം. ISL ചെന്നൈയിൻ FC ഹോം സ്റ്റേഡിയമാണിത്. ചെന്നൈ സെൻട്രൽ. ഇവിടെ എപ്പോഴും നോക്കിയാൽ ഇങ്ങനെ ഒരു BCS ആണ്. എപ്പോഴും നോക്കിയാൽ ഇവിടെ ഒക്കെ ട്രെയിൻ ഉണ്ടാവും. കുറച്ച് ആ ഒരു ഉച്ച സമയത്താണ് ട്രെയിനുകൾ കുറവ് ഇവിടെ വെച്ച്. ഇവിടെ ഒരു ഷണ്ടിങ് ലോക്കോ ഏതോ ഒരു ട്രെയിനെ വിളിച്ചിട്ട് ട്രെയിൻ നീലഗിരി എക്സ്പ്രസ് MGR ചെന്നൈ സെൻട്രൽ മേട്ടുപ്പാളയം നീലഗിരി. പ്ലാറ്റ്ഫോം നമ്പർ 6 നമ്മളെ വണ്ടി വന്നിട്ടുള്ളത്.
ചെന്നൈയിൽ വന്നിറങ്ങി ഇനി നമുക്ക് നേരെ പുറത്തോട്ടേക്ക് പോകാം. ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പുരച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നെയിം ബോർഡൊക്കെ ഉണ്ട് അങ്ങ് അവിടെ. അപ്പോൾ ഇതാണ് പുരച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ച. മെയിൻ എൻട്രൻസ് മെയിൻ വഴിയൊക്കെ ഇതാണ്. പിന്നെ എന്താ അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 1, 2A അങ്ങനെ കറണ്ട് റിസർവേഷൻ കൗണ്ടറൊക്കെ അങ്ങോട്ടും, പിന്നെ പ്ലാറ്റ്ഫോം 10, 11 ഇങ്ങോട്ടും ഒക്കെയാണ് വരുന്നത്. 6 മുതൽ 10, 11 വരെ അങ്ങോട്ടാണ് വരുന്നത്. പിന്നെ ഇതാ ഇവിടെ എന്തോ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ കാണുന്നതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അടുത്ത പരിപാടി പറഞ്ഞെങ്കിൽ നേരെ പാർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്ന് താമ്പരത്തേക്ക് പോകണം. എൻ്റെ റൂമൊക്കെ ഉള്ളത് താമ്പരത്താണ് ആ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മംഗളൂർ സെൻട്രലിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്കുള്ള മംഗളൂർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇത്. അടിപൊളി ട്രെയിനാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഈ ട്രെയിന്. ഞാനൊരു 10ൽ 8 റേറ്റിംഗ് കൊടുക്കും. അടിപൊളി ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ സ്പീഡ് ഒരു രക്ഷയില്ലാത്ത സ്പീഡാണ് കേട്ടോ. എവിടെയും പിടിച്ചിടുന്നില്ല. ആകെ ഇന്ന് രാവിലെ അരക്കോണത്ത് ഒരു 10-15 മിനിറ്റ് പിടിച്ചിട്ടതല്ലാതെ വേറെ എവിടെയും ഇത് പിടിച്ചിട്ടില്ല. അരക്കോണത്തൊന്നും സ്റ്റോപ്പും ഉണ്ടായിട്ടില്ല. അതെന്താ പിടിച്ചിട്ടെന്ന് അറിയില്ല. അതെന്തെങ്കിലും റീസൺ ഉണ്ടാവും. റീസൺ ഇല്ലാതെ ചുമ്മാതെ ട്രെയിനെ കയറി അങ്ങനെ നിർത്തിയിടൊന്നുമില്ല. അപ്പോൾ ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള ഒരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം കണ്ടതേക്കും ബൈ.